എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്യ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്യ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമവാളെടുത്ത് എതിർക്കുവേ യേശുവിൻ നാമത്തിൽ നാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമവാളെടുത്ത് എതിർക്കുവേ യേശുവിൻ നാമത്തിൽ നാം. പാപത്തിന്റെ, രോഗത്തിന്റെ, ഭയത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോക. പാപത്തിന്റെ, രോഗത്തിന്റെ, ഭയത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോക. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമവാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമവാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. 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 യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ അവൻ നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവർ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ അവൻ നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവർ. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാം യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവർ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാം യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവർ. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ജീവൻ മതി എനിക്ക്, നിത്യജീവൻ മതി
എനിക്കെന്റെ ആശ്രയം യേശുവത്രേ. ദൈവത്തെ ആരാധിച്ചാലേ അത്ഭുതമായ നാമം, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ. എല്ലാറ്റിനും മേല ഒരേ ഒരു നാം, എല്ലാ മുഴങ്കാൽ മടങ്ങുന്ന നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. എല്ലാറ്റിനും മേല ഒരേ ഒരു നാം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരരെ, ശാരോനിൻ രോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരരെ, ശാരോനിൻ രോജാവേ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം.
പരിശുദ്ധനായവനെ രാജാധീ രാജാവായവനെ ഉന്നതനായവനെ പരിശുദ്ധനായവനെ രാജാധീ രാജാവായവനെ ഓ ഉന്നതനായവനെ പരിശുദ്ധനായവനെ രാജാധീ രാജാവായവനെ ഉന്നതനായവനെ പരിശുദ്ധനായവനെ രാജാധീ രാജാവായവനെ വാഴ്ത്തിടുന്നേ യേശുവേ ഉയർത്തിടുന്നേ 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 യേശുവേ ഓ വാഴ്ത്തിടുന്നേ 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 യേശുവേ ഉയർത്തിടുന്നേ 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 യേശുവേ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് അല്പനേരം കൂടെ ശബ്ദം ഉയർത്താം. അന്യഭാഷയിൽ സ്തുതിക്കാം. അന്യഭാഷയുള്ളവർ അന്യഭാഷ Thank you, Jesus. Thank you, Holy Spirit. We worship you, Lord. We praise you, Lord. We worship you, Lord. കൈകൾ അടിച്ചു കർത്താവിനെ ആരാധിച്ചേ. നന്ദി യേശുവേ. ആരാധനയ്ക്ക് യോഗ്യനേ. നന്ദി യേശുവേ. രാധനനനനനന സലുകോ. രീദനനനനന സലുകോ. രാധനനനനന സലുകോ. നന്ദി യേശുവേ. യേശുവെ പോലെ നല്ല ദൈവം വേറെ ആരുണ്ട്? യേശുവെ പോലെ നല്ല ദൈവം വേറെ ആരുണ്ട്? ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിലുന്നതൻ നന്മ മാത്രം ചെയ്യുന്നവൻ. യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്തെ കൂടുതൽ മറ്റൊന്നുമില്ല കർത്താവേ. ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈ മാസം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ദിസ് എ മന്ത് ഓഫ് റെവലേഷൻ. ഇത് ഈ മാസം എന്ന് പറയുന്നത് വെളിപ്പാടുകളുടെ മാസമായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നു എന്ന്. എന്നെ യൂട്യൂബിൽ കാണുന്ന ആളുകൾ, ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ, അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ മാസം ചിലർ അടുത്തൊരു തലത്തിലേക്കും കൂടെ വരാൻ പോകുന്നു. അവരുടെ വെളിപ്പാടുകൾ ആഴം വർദ്ധിക്കാൻ പോകുന്നു. ഡീപ്പർ ഇൻ റെവലേഷൻസ്. വെളിപ്പാടുകൾ ആഴം വർദ്ധിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ആര് ദൈവ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുന്നുവോ അവരാണ് വാസ്തവത്തിൽ റെവലേഷന്റെ ആളുകൾ, വെളിപ്പാടുകളുടെ ആളുകൾ. ചില ആളുകൾ ഒരു ദിവസം വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് വെളിപ്പാടിനെ തരണേ. നല്ലതാണ്, അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആരാണോ കർത്താവിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് അവരാണ് വെളിപ്പാടുകളിലേക്ക് വരുന്നത്. ഈ മാസം നിങ്ങളിൽ എത്ര പേര് തീരുമാനമെടുക്കും, ഞാൻ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കും? എനിക്ക് നിങ്ങളോട് ദൂത് പറയാനുണ്ട്,
നിങ്ങളുടെ വെളിപ്പാടുകൾ വർദ്ധിക്കും. നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങൾ വർദ്ധിക്കും. ആരാണോ ദൈവസാന്നിധ്യത്തിൽ ചെലവഴിക്കുന്നത് അവരുടെ വെളിപ്പാടുകൾ വർദ്ധിക്കും, അവരുടെ ആത്മീയ അനുഭവങ്ങൾ വർദ്ധിക്കും. This is a season for you. This is a season for you. This is a season for you. ഞാൻ ചിലരോട് പ്രവചിച്ചു പറയുക, ഇതൊരു പ്രൊഫറ്റിക് മെസ്സേജ് ആണ്. ഈ മാസങ്ങളിൽ ചിലർ അടുത്തൊരു ലെവലിലേക്ക്, വെളിപ്പാടിന്റെ അടുത്തൊരു ലെവലിലേക്ക് വരുന്നു. കൈകളടിച്ചു അതിനെ റിസീവ് ചെയ്താട്ടെ. വെളിപ്പാടുകൾ ഒഴുകട്ടെ, അപ്പ റെവലേഷനുകൾ ഒഴുകട്ടെ. യേശു എവിടെയെല്ലാം ആയിരുന്നു, വേദപുസ്തകം വിളിക്കുന്നു അവൻ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. യേശുവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കലായിരുന്നവർക്ക് വചനത്തെ മനസ്സിലായി കിട്ടി. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുവരെ വചനം വ്യാഖ്യാനിച്ചിരുന്നത് പോലെ ആയിരുന്നില്ല ആളുകൾ യേശുവിന്റെ വായിൽ നിന്ന് കേട്ടത്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അടുക്കലായിരുന്നവർക്ക് അതുവരെ ബൈബിൾ മനസ്സിലായതിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാകാൻ തുടങ്ങി. ഞാൻ ചിലരോട് ദൂത് പറയട്ടെ, നിങ്ങൾ കർത്താവിനോട് കൂടെ സമയം ചെലവഴിച്ചാൽ ഈ പുസ്തകത്തെ നിനക്ക് കുറെ കൂടെ മനസ്സിലാകാനായി തുടങ്ങും. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ ചെലവഴിച്ചവരുടെ, സമയം ചെലവഴിച്ചവരോട് ചോദിക്കാം, അവർ പറയും അവരുടെ ഫ്യൂച്ചർ എന്താന്ന് അവർക്കറിയാം, ഈ വരുന്ന അവസാനം എങ്ങനെയാണെന്നറിയാം, കർത്താവിന്റെ വരവിനെ കുറിച്ച് അറിയാം, അന്തിക്രിസ്തുവിനെ കുറിച്ച് അറിയാം. എന്ന് പറഞ്ഞാൽ അവർ അവരുടെ പുറകിലുള്ള കാലവും മുമ്പിലുള്ള കാലവും അവർ ഗ്രഹിക്കുന്നവരായിരുന്നു. ആമേൻ. ചിലരുടെ ദൂത് പറയട്ടെ, നിങ്ങൾ ആരാണോ കർത്താവിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് അവരുടെ ഫ്യൂച്ചറിനെ അവർക്ക് മനസ്സിലാകാനായി തുടങ്ങും. ഒന്ന് കൈ അടിച്ചു കർത്താവിനെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ. എനിക്ക് ഇങ്ങനെ വരാൻ പോകുന്നു, എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു, എന്റെ ജീവിതം എങ്ങനെയാകാൻ പോകുന്നു എന്ന് ചിലർക്ക് വ്യക്തമായി മനസ്സിലാകാൻ തുടങ്ങുന്നു. ചിലർക്ക് the spirit of revelation ഉണ്ടാകാൻ പോകുന്നു. ആ വെളിപ്പാടിന്റെ ആത്മാവ് ചിലർ അനുഭവിക്കട്ടെ. ഓ, വിവേകത്തിന്റെ ആത്മാവ് ചിലർ അനുഭവിക്കട്ടെ. ജ്ഞാനത്തിന്റെ ആത്മാവ് ചിലർ അനുഭവിക്കട്ടെ. ഇതുവരെ ഇല്ലാത്ത ദൈവിക ജ്ഞാനത്തിൽ നിന്ന് അവർ സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ, വേദപുസ്തകത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ വാക്കുകളെ വിസ്ഡം എന്നാണ് വിളിക്കുന്നത്. ഇത് ഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വചനം തന്നെ വിസ്ഡമാണ്, വചനം തന്നെ വിവേകമാണ്, വചനം തന്നെ നോളജാണ്. എന്നാൽ ആ വചനത്തിൽ നിന്ന് ചിലർ കുറെ കൂടെ അവരുടെ ജീവിതത്തിലേക്ക് ചിലത് അനുഭവിക്കാനായി, വെളിപ്പെട്ട് കിട്ടാനായി പോകുന്നു. ഹല്ലേലൂയ. വചനത്തിന്റെ ആഴങ്ങൾ ചിലർ ഗ്രഹിക്കാനായി പോകുന്നു. ഈ ദിവസങ്ങളിൽ ചിലർ അതിലേക്ക് കടക്കുന്നു. ഈ ദിവസങ്ങളിൽ ചിലർ അതിലേക്ക് കടക്കുന്നു. ഈ ദിവസങ്ങളിൽ ചിലർ അതിലേക്ക് കടക്കുന്നു. വണ്ടർഫുൾ ജീസസ്. നിങ്ങൾ അതിലേക്ക് ചിലർ കടക്കുന്നു, ചിലർ അതിലേക്ക് കടക്കുന്നു. ചിലർ അതിലേക്ക് കടക്കുന്നു. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. This is your season. This is your time. Hallelujah. നിന്റെ ഫ്യൂച്ചർ നിനക്ക് വ്യക്തതയോടെ ലഭിക്കുന്നു. നിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാകുന്നു. ഇരിക്കാൻ നമുക്ക്. ഞാനിന്നൊരു പ്രൊഫറ്റിക് വേർഡാ പറയാൻ പോകുന്നേ. ഇന്ന് നിങ്ങൾ എത്ര പേർ റെഡിയാണ് അത് കേൾക്കാനായിട്ട്? എത്ര പേർ റെഡിയാണ്? ഞാൻ കുറച്ച് 15 മിനിറ്റ് വചനം പറഞ്ഞിട്ട് ഞാൻ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് അത്ഭുതങ്ങൾ ഇന്ന് സാധാരണമായി നടക്കും. നിങ്ങളൊന്നും കൂടെ ചുണയായിട്ട് കൈയടിക്കണം. ഒരിക്കൽ കൂടി നല്ല ആമീൻ പറയണം.
ഞാനിന്ന് പ്രസംഗിക്കാൻ പോകുന്നത് ദൈവസാന്നിധ്യത്തിലായിരിക്കുന്ന ഒരാൾക്ക് റെവലേഷനുകൾ ഉണ്ടാകുമെന്നാണ്. സോ ദൈവസാന്നിധ്യത്തിനകത്ത് ആരെല്ലാം വസിക്കുന്നു അവർക്കെല്ലാം വെളിപ്പാടുകൾ ഉണ്ടാകും. വണ്ടർഫുൾ. ഇത് ഈ മാസം, ഏപ്രിൽ മാസം, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദിസ് എ മന്ത് ഓഫ് റെവലേഷൻ. ഇത് വെളിപ്പാടിൻ്റെ മാസമാണ്. നിങ്ങളിൽ പലരും വെളിപ്പാടുകളുടെ അടുത്തൊരു പ്രതലത്തിലേക്ക് വരാൻ പോകുന്നു. ആത്മീയതയുടെ അടുത്തൊരു പ്രതലത്തിലേക്ക് വരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്ക് കൈകളടിക്കാം, ആമേൻ പറയാം, ശബ്ദം ഉയർത്താം. ഇത് അടുത്ത ലെവലിലേക്ക് നിങ്ങളെ ദൈവം നടത്തുന്ന മാസമാണ്. അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കയറുന്ന മാസമാണ്. നിങ്ങളുടെ അടുത്ത ശുശ്രൂഷയുടെ കാലഘട്ടമാണ്. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം, ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അബ്രഹാമിനെ 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്നു നിഷ്കളങ്കനായിരിക്കുക. ഒരു ഹല്ലേലൂയ പറയാം. ദൈവം ഇത് അബ്രഹാമിനോട് സംസാരിക്കുന്നത് വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 15-ാം അധ്യായത്തിന് ശേഷം 16-ാം അധ്യായത്തിന് ശേഷം അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത് 15-ാം അധ്യായത്തിലാണ്. പിന്നീട് ദൈവം അബ്രഹാമിനോട് ഇടപെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 13 വർഷങ്ങൾക്ക് ശേഷം ദൈവം വീണ്ടും അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. ഇനി അതിൻ്റെ ഇടയിൽ സംസാരിച്ചോ ഇല്ലയോ എന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ പുസ്തകത്തിൽ അതിന് റെക്കോർഡായിട്ട് കാണാൻ കഴിയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ഇടയിൽ അബ്രഹാമുമായുള്ള ഫെലോഷിപ്പിൽ എവിടെയോ ദൈവം, അല്ലെങ്കിൽ അബ്രഹാമിനെ എവിടെയോ അബ്രഹാം മൂവ് ചെയ്തിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് ചോദിച്ചാൽ പെട്ടെന്ന് പിടികിട്ടും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതിൽ നിന്ന് മാറി അബ്രഹാം തൻ്റെ ജഡം കൊണ്ട്, തനിക്ക് തൻ്റെ ശരീരം കൊണ്ട്, തൻ്റെ മനസ്സുകൊണ്ട്, തൻ്റെ ശരീരം കൊണ്ട്, തൻ്റെ ഫ്ലഷ് കൊണ്ട് താൻ ദൈവത്തിൽ നിന്ന്, ദൈവാലോചനയിൽ നിന്ന് നീങ്ങിപ്പോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദഹേർദ്ര ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവനോട് ദൈവം വീണ്ടും ഇടപെടുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ യൂട്യൂബിൽ എന്നെ കാണുന്നവരുണ്ട്, ഇവിടെ ഇരിക്കുന്നവരുണ്ട്, ഫേസ്ബുക്കിൽ പിന്നീട് കാണുന്നവരുണ്ട്. അവരോട് എനിക്കൊരു ദൂത് പറയാനുള്ളത്, ഒരു പക്ഷേ നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിയായിരിക്കാം നിൽക്കുന്നത്, പക്ഷേ വിളിയുള്ള നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല എൻ്റെ കർത്താവ്. അവൻ വീണ്ടും നിന്നെ അതിലേക്ക് ആക്കി വെക്കുന്നവനാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്ലഷിൽ, നമ്മുടെ ഇഷ്ടത്തിൽ, നമ്മുടെ മനസ്സിന്റെ താല്പര്യത്തിൽ ഒക്കെ നീങ്ങുന്നവരാണ്. കാരണം പരിശുദ്ധാത്മാവിന് പലപ്പോഴും നമ്മൾ വിധേയപ്പെട്ടിട്ടില്ലായിരിക്കാം. പക്ഷേ നിന്നോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ സമർപ്പണത്തെ, നിന്റെ യേശുവിലുള്ള താല്പര്യത്തെ അവൻ ഒരു നാളും മറന്നു കളയത്തില്ല. അവൻ നിന്നെ റിസ്റ്റോർ ചെയ്യുന്നവനാണ്. ചിലരെ നോക്കി ഞാൻ ദൂത് പറയട്ടെ, ദൈവം നിന്നെ റിസ്റ്റോർ ചെയ്യുകയാണ്. ദൈവം നിന്നെ റിസ്റ്റോർ ചെയ്യുകയാണ്. ദൈവം നിന്നെ റിസ്റ്റോർ ചെയ്യുകയാണ്. ദൈവം നിന്നെ മടക്കി വരുത്തുകയാണ്. ദൈവം നിന്നെ റിസ്റ്റോർ ചെയ്യുകയാണ്. ദൈവം നിന്നോട് വീണ്ടും സംസാരിക്കുകയാണ്. ഈ പകൽ ദൈവം നിന്നോട് വീണ്ടും ഇടപെടുകയാണ്. അബ്രഹാമേ, ഈ 13 വർഷത്തിന്റെ ഇടയിൽ നിനക്ക് സംഭവിച്ചിട്ടുള്ളത് എന്താണ്? അബ്രഹാം പറയും, ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നത് നിനക്ക് നിന്റെ ഉദരത്തിൽ നിന്ന് നിനക്കൊരു വാഗ്ദത്ത സന്തതിയെ തരുമെന്നാണ്. പക്ഷേ ഇതുവരെയും വാഗ്ദത്ത സന്തതിയില്ല, കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സംശയങ്ങളുണ്ട്. ദൈവം പറഞ്ഞ പല കാര്യങ്ങളിൽ, അല്ല എല്ലാ കാര്യങ്ങളിലും ഒരു പ്രധാന കാര്യം ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല. ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ്. ഐ എം ഗോയിങ് ത്രൂ എ കൺഫ്യൂഷൻ. ഞാനൊരു സംശയത്തിലായിരിക്കുന്നത്. ഞാൻ പാസ്റ്റർ ക്രിസ് എന്ന് പറയുന്ന ദൈവവൃത്തിൻ്റെ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കോട്ട് നിങ്ങളോട് പറയുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അബ്രഹാം ആ കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് വേദപുസ്തകം പറയുന്നത് അബ്രഹാമിന് ദൈവം ആൾമൈറ്റിയായി, സർവശക്തനായി വെളിപ്പെട്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ 1-ാം അധ്യായം ഉൽപ്പത്തി 1 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം എവിടെയും ഞാൻ സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
അബ്രഹാമിന് പല പ്രാവശ്യം ദൈവം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത്, ഞാൻ സർവശക്തനായ ദൈവമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എൽ ഷദായ്. എൽ ഷദായ്, എൽ ഷദായ് എന്നൊരു വേർഡിനെ വേദപുസ്തകത്തിൽ അതുവരെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ദൈവം എൽ ഷദായായി അബ്രഹാമിന് വെളിപ്പെടുകയാണ്. ഒരു ഹല്ലേലൂയ പറയാം. ഞാൻ പാസ്റ്റർ ക്രിസ്തു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. മാൻസ് നീഡ് ആൾവേസ് ബ്രിങ് ടു ഹിം എ ന്യൂ റെവലേഷൻ ഓഫ് ഗോഡ്. മനുഷ്യന്റെ ആവശ്യം ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ വെളിപ്പാടിനെ അവന് കൊണ്ടുവരുവാനിടയാകും. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം. മനുഷ്യന്റെ ആവശ്യം ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ വെളിപ്പാടിനെ അവന് കൊടുക്കാനിടയാകും. ഒന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാം. ശബ്ദമേറിയൊരു ഹല്ലേലൂയ പറയാം. ഇതൊരു വലിയ കാര്യമാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു ആവശ്യം ഉണ്ടായാൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര് ഏത് ആളുടെ അടുക്കൽ പോകാം, ഏത് പാസ്റ്ററിന്റെ അടുക്കൽ പോകാം എന്നാ ചിന്തിക്കുന്നേ. പാസ്റ്റർമാരുടെ പുറകിലാണ് ആളുകൾ. ചില ആളുകൾ വിചാരിക്കുന്നു ഒത്തിരി ബസ്സിൽ കയറിയാൽ വേഗം ചെല്ലാമെന്നാണ്. നിങ്ങൾ ഒത്തിരി ബസ്സിൽ കയറിയാൽ വേഗം ചെല്ലത്തില്ല, താമസിച്ചു പോവും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് രാത്രി ഞാൻ അയൽവക്കത്തുള്ള ഒരു വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ഞാനിന്ന് ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചാൽ പരിചയമുള്ള വീടാണെങ്കിലും അവർ പറയും, അതെന്താ മോന്റെ വീട്ടിൽ സ്ഥലമില്ലേ എന്ന് ചോദിക്കും അല്ലേ. ഇനി ആരെങ്കിലും അങ്ങനെ പിടിച്ച് കിടത്തിയാൽ നമ്മൾ പറയും, എൻ്റെ മോനെ അവൾ അടിച്ചോണ്ട് പോയി, എൻ്റെ മോൻ അവൾ അടിച്ചോണ്ട് പോയി. സീരിയസ്ലി. നമ്മൾ ആരുടെയും വേറൊരു രാത്രിയിൽ നമ്മൾ വേറൊരാളുടെ വീട്ടിൽ പോയി കിടക്കത്തില്ല. ഇന്ന് രാത്രി വീട്ടിൽ കിടന്നിട്ട് അടുത്തൊരാളുടെ വീട്ടിൽ പിറ്റേ ദിവസം പോയി കിടക്കത്തില്ല. കാരണം നമ്മുടെ പിതൃത്വം, നമ്മുടെ പിതാവ്, നമ്മുടെ ഫാമിലി വേറെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം മനുഷ്യന്റെ ആവശ്യങ്ങളുടെ, നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ ദൈവത്തിൽ നിന്ന്, ആ ആവശ്യത്തിന്റെ നടുവിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് പ്രാപിക്കണം. അത് മനസ്സിലായി കാണത്തില്ല. ഹല്ലേലൂയ. The man's need always bring to him a new revelation of God. ദൈവത്തിനെ കുറിച്ച് ആ മേഖലയിൽ ഒരു പുതിയ വെളിപ്പാട് പ്രാപിക്കണം. ഇത് കുറച്ച് കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വരാം, പക്ഷേ ഇറ്റ് ഇസ് സോ സ്വീറ്റ്. ഒത്തിരി മധുരമുള്ളൊരു വാചകം ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? അതിന്റെ അർത്ഥം ഞാൻ പറയാം. നീ ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് ദൈവം, അല്ലെങ്കിൽ അങ്ങനെയും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യം വചനത്തിൽ നിന്ന് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്ട്. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണത്തിൽ പറയാം. ഇതാ ഇസ്രായേൽ ജനം മാറ എന്ന് പറയുന്ന ഒരു നദിയുടെ അടുക്കൽ നിൽക്കുകയാണ്. ആ വെള്ളം കയ്പായിരുന്നു. അതുവരെ അവർ ഫേസ് ചെയ്ത പ്രശ്നമല്ലത്, അതുവരെ അവർക്കുണ്ടായ അനുഭവമല്ലത്. പക്ഷേ ആ മാറയുടെ നടുവിൽ ദൈവം അവർക്കൊരു പുതിയ വെളിപ്പാട് കൊടുക്കുകയാണ്. ഒരു കമ്പ് വെട്ടി ആ വെള്ളത്തിലിടാൻ പറഞ്ഞു. മോശെ അതനുസരിച്ചു. ഇതുവരെ ഇല്ലാത്തൊരു കാര്യം. ഒരു കമ്പ് വെട്ടി ഒരു നദിക്കകത്തിടുന്നു. വേദപുസ്തകം പറയുന്ന നദി മുഴുവൻ മധുരമുള്ള വെള്ളമാകുന്നു. ഹല്ലേലൂയ. നിന്റെ ആവശ്യത്തിന്റെ നടുവിൽ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചിലരോട് ദൂത് പറയുക, നിന്റെ ആവശ്യത്തിന് നടുവിൽ ദൈവം പുതിയ ചില കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. കൊല്ലത്തെ സഭയോട് ദൂത് പറയുക, നിന്റെ ആവശ്യത്തിന് നടുവിൽ ദൈവം ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. എന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ വായിച്ചാൽ ദൈവം മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത സാഹചര്യങ്ങളുടെ നടുവിൽ വ്യത്യസ്തമായി ചെയ്ത അത്ഭുതങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ പുസ്തകം. എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ മനുഷ്യരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം അതുവരെ ചെയ്തിട്ടില്ലാത്തത് ചെയ്തത്. നിങ്ങൾ വിചാരിക്കരുത് അതുവരെ ചെയ്തിട്ടില്ലാത്തത് ചെയ്തത് എഴുതി വെച്ച കാലഘട്ടം മുതൽ അത് തീർന്നുപോയി. അല്ല, ഇനിയും ദൈവം
ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് ചെയ്യുമെന്ന് ഈ പുസ്തകം പറയുകയാണ്. ഏകദേശം 3000 കൊല്ലത്തോളമായി ഓരോ മനുഷ്യനും പറയാനുള്ളത്, ഇന്നലെ ചെയ്തതുപോലെ അല്ല ദൈവം ഇന്ന് ചെയ്യുന്നത്. ദൈവം പുതിയതൊന്ന് ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ചെയ്യുവാൻ. നിങ്ങൾക്കറിയാവോ, യേശുവിന്റെ കാലഘട്ടത്തിൽ നടന്നത് മാത്രമാണ് ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ നടന്നതെങ്കിൽ നിങ്ങൾ അറിയണമായിരുന്നു അത് ആളുകൾ പറഞ്ഞേനെ യേശുവിന്റെ കാലഘട്ടത്തിൽ നടന്നത് മാത്രമേ ഒരുപക്ഷെ സംഭവിക്കത്തുള്ളെന്ന്. പക്ഷേ യേശുവിന്റെ കാലഘട്ടത്തിൽ നടന്നതല്ല ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ നടന്നത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന്റെ നിഴൽ തട്ടി ആരും സൗഖ്യമായില്ല. പക്ഷേ ശിഷ്യന്മാരുടെ നിഴൽ തട്ടിയെങ്കിലും സൗഖ്യമാകുവാൻ ഇത് ആളുകൾ സംഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഇല്ലാത്തതൊന്ന് പുതിയതൊന്ന് ചെയ്യുവാൻ ദൈവം റെഡിയാണ്. ആരാ അതിനെ കയറി പിടിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് വരെ ആർക്കും ചെയ്യാത്തത് ചെയ്യുവാൻ എന്റെ ദൈവം റെഡിയാണ്. ഒന്നും കൂടെ പറയാം, ദൈവം ഇന്ന് വരെ ആർക്കും ചെയ്യാത്തത് ചെയ്യുവാൻ ദൈവം ഇന്ന് റെഡിയാണ്. അത് ഈ പകൽ റിസീവ് ചെയ്യുന്നവർക്കായി സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദമേർത്തി ഹല്ലേലൂയ പറയാവോ? എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം അതുവരെ ചെയ്തിട്ടില്ലാത്തത് നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ചെയ്യണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ആ പ്രശ്നത്തിന്റെ നടുവിൽ ഒരു ദൈവിക സൊല്യൂഷൻ നീ പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇതുവരെ നിന്റെ മുമ്പിലുള്ള പ്രശ്നത്തിന്റെ നടുവിൽ നീ ഇങ്ങനെയാ പ്രാർത്ഥിച്ച, ദൈവമേ ഈ പ്രശ്നം മാറ്റണമേ, ഈ പ്രയാസം നീങ്ങണമേ, കർത്താവേ ഇതിനു മേൽ നിന്ന് രക്ഷിക്കണമേ. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാനല്ല വേദോസം നമ്മളെ പഠിപ്പിച്ചത്, അറിയോ? പക്ഷെ ആരൊക്കെ നമ്മളെ അത് പഠിപ്പിച്ചു വെച്ചിരിക്കുവോ? പറഞ്ഞാട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള തെറ്റൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ പ്രശ്നത്തിന് നടുവിൽ നമ്മൾ ചോദിക്കേണ്ടത്, കർത്താവേ ഈ കാര്യത്തിന് നടുവിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചോദിക്കാറില്ല. ഈ കാര്യത്തിന് നടുവിൽ ഞാൻ എങ്ങനെയാ ഇതിനെ മറികടക്കേണ്ടത്? നമ്മൾ ചോദിക്കാറില്ല. ഈ കാര്യം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇതിനകത്ത് എന്താണ് രഹസ്യമുള്ളത്? എന്താണ് എൻ്റെ പുറകിൽ നിൽക്കുന്ന കാര്യം? നമ്മൾ ചോദിക്കാറില്ല. നമുക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും ഈ കാര്യം മാറണം. അത് എന്ന് വന്നോ, എവിടുന്ന് വന്നോ, എപ്പോ വന്നോ, ഏത് വന്നോ, നൺ ഓഫ് അവർ ബിസിനസ്. നമുക്ക് ആകെ അറിയാവുന്ന പ്രശ്നം മാറാൻ 3 ദിവസം പട്ടിണി ഇരിക്കണം. ഞാൻ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ആരെങ്കിലും ഒരാൾ 3 ദിവസം പ്രശ്നം മാറാൻ വേണ്ടി ഉപവസിച്ചതായി റെക്കോർഡ് കാണുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ നടുവിൽ പ്രശ്നം മാറാൻ അവർ ചെയ്ത ഏക കാര്യം കർത്താവായ യേശുവിന്റെ മരണത്തിൽ വിശ്വസിക്കുകയാണ്. അതൊട്ട് നമ്മൾ ചെയ്യുന്നുമില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സത്യത്തിൽ ഈ പുസ്തകം ദൈവം നമുക്ക് തന്നിട്ടുള്ളത് പ്രശ്നത്തിന് നടുവിലെ സൊല്യൂഷനെ പറഞ്ഞു തരാനാണ്. വെൻ യു നെഗ്ലെക്റ്റ്, നീ എപ്പോഴാണോ ഈ പുസ്തകത്തിലെ ആലോചനകളെ തള്ളുന്നത്, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന പ്രശ്ന പരിഹാരത്തെ തള്ളിക്കളയുകയാണ്. നിങ്ങളുടെ പ്രശ്ന പരിഹാരം ഈ പുസ്തകത്തിലാണുള്ളത്. ഒരു പാസ്റ്ററിന്റെ കീഴിലും അല്ല ഉള്ളത്, ഒരു പാസ്റ്ററിന്റെ കയ്യിലും അല്ല ഉള്ളത്. നിങ്ങളുടെ പരിഹാരം ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, വേർഡ് ഓഫ് ഗോഡ് ഈസ് ഫോർ സൊല്യൂഷൻ. ദൈവവചനം നിന്റെ പരിഹാരത്തിനായിട്ടുള്ളതാണ്. ഓ, കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാം. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. കൈയടിച്ചൊരു ഹല്ലേലൂയ പറ.
നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാവോ? എപ്പോഴാണോ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത്, ഞാൻ പറയുന്ന പോക്ക് ഭയങ്കര കാര്യമാട്ടോ, അതുവരെ നിങ്ങൾ ദൈവത്തെ അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ അവൻ സർവശക്തനായി നിങ്ങൾക്ക് വെളിപ്പെട്ട് വരും. ഞാൻ പറയുന്ന വാചകം കേൾക്കണം. ദൈവത്തിന്റെ സർവശക്തി, ഓൾമൈറ്റി, എൽ ഷദായ് എന്ന അനുഭവം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ സാന്നിധ്യത്തോട് നീ സമയം ചെലവഴിക്കണം. അബ്രാഹാമിനോട് പറയാ, നീ എന്റെ സാന്നിധ്യത്തിൽ നിൽക്കോ, ഞാൻ ഓൾമൈറ്റി ആണ്. ഹല്ലേലൂയ. ആരാണോ അവന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നത് അവർക്ക് അവൻ സർവശക്തനായി വെളിപ്പെട്ടു വരും. ദൈവത്തിന്റെ സർവശക്തി എനിക്ക് എന്താ വെളിപ്പെട്ട് വരാതെ? ഇറ്റ് സോ സിമ്പിൾ. എവിടാ നീ സമയം ചെലവഴിക്കുന്നത്? എവിടാ നീ സമയം ചെലവഴിക്കുന്നത്? നീ എങ്ങനാ സമയം ചെലവഴിക്കുന്നത്? ദൈവത്തിന്റെ സർവശക്തി എങ്ങനെയാ നിന്നിൽ വെളിപ്പെട്ട് വരുന്നത്? എവിടാ നീ സമയം ചെലവഴിക്കുന്നത്? എങ്ങനാ നീ സമയം ചെലവഴിക്കുന്നത്? നീ ദൈവ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ ചിലരോട് പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ അവന്റെ സർവശക്തി നീ അനുഭവിക്കാൻ പോവുക. കൈകളുടെ ചുരി ഹല്ലേലൂയ പറ. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അവന്റെ വചനം നിനക്ക് സൊല്യൂഷനുകളെ തരും. അവന്റെ സാന്നിധ്യം നിനക്ക് സൊല്യൂഷനുകളെ തരും. അവന്റെ സാന്നിധ്യം അവന്റെ സർവശക്തിയെ നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ നിന്റെ കാലിൽ ഷോക്ക് അടിക്കുന്ന പോലെ കുളിര് വരുന്ന പോലെ ഉണ്ടോ? അവൻ എന്താന്ന് അറിയത്തില്ല, അതെന്തോ ഒരു അനുഭവമാണ്. പക്ഷെ അറിയേണ്ടത് അതിനെ ഞങ്ങൾ വിളിക്കും സാന്നിധ്യം എന്ന്. ആ സാന്നിധ്യം എവിടെ വെളിപ്പെടുന്നുവോ അവിടെ അവന്റെ സർവശക്തിയും വെളിപ്പെട്ടു വരും. ഇപ്പോൾ അവന്റെ സാന്നിധ്യത്തിന്റെ സർവശക്തി. അടുത്തിരിക്കുന്നവരോട് പറ, word is a solution. Word is a solution. Presence is a solution. Presence is a solution. അതുകൂടെ പറ, വചനമാണ് പരിഹാരത്തിനുള്ള വഴി. വചനമാണ് പരിഹാരത്തിനുള്ള വഴി. ദൈവ സാന്നിധ്യമാണ് പരിഹാരത്തിനുള്ള വഴി. ദൈവ സാന്നിധ്യമാണ് പരിഹാരത്തിനുള്ള വഴി. വചനം വെളിപ്പെടുമ്പോൾ, സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അവന്റെ സർവശക്തി വെളിപ്പെടുകയാണ്. അടുത്തിരിക്കുന്ന ഒരാളോട് പറ, വചനം വെളിപ്പെടുമ്പോൾ, അവന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അവന്റെ സർവശക്തി വെളിപ്പെടുകയാണ്. ഇത് ഞാൻ പറയുമ്പോ ചില വീടുകളിൽ ദൈവത്തിന്റെ സർവശക്തി, ചില ബിസിനസ്സുകളിൽ ദൈവത്തിന്റെ സർവശക്തി. ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് കാണാം, ചില വീടുകളിൽ നിന്ന് മന്ത്രവാദങ്ങൾ അഴിയുന്നു, ദുർമന്ത്രവാദങ്ങൾ അഴിയുന്നു, ആഭിചാരങ്ങൾ അഴിയുന്നു. എനിക്ക് ചങ്ങലകളിൽ തീ പിടിക്കുന്നത് കാണാം. Now, 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 now. Come on, കൈകൾ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇപ്പോൾ നിന്റെ വീട്ടിലെ ഇരുട്ടിന്റെ ബലങ്ങൾ അഴിയുന്നു. തീ 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 തീ. സാന്നിധ്യം പരിഹാരത്തെ ഉളവാക്കുന്നു. വചനം പരിഹാരത്തെ പുറത്തു കൊണ്ടുവരുന്നു, ഉളവാക്കുന്നു. വചനം ലഭിച്ചാൽ പരിഹാരം ലഭിച്ചു. സാന്നിധ്യത്തൊപ്പടമാണെങ്കിൽ പരിഹാരം ലഭിച്ചു. ഇത് രണ്ടും നിങ്ങൾക്ക് വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വെളിപ്പെട്ടാൽ, അതിന്റെ അർത്ഥം ഞാൻ പറയാം, അവൻ അതിനകത്ത് സർവശക്തനായി വെളിപ്പെട്ടു വരും. ദൈവത്തിന്റെ സർവശക്തി ജോൺ ഡാരു ബ്രദറിന്റെ കയ്യിലാണെന്ന് പറയല്ലേ, അത് അവന്റെ വചനത്തിനകത്താണ്. ഒരു പാസ്റ്ററിന്റെ കൈകളിൽ ദൈവത്തിന്റെ സർവശക്തി കൊടുത്തിട്ടുള്ള ദൈവം, അത് അവന്റെ സാന്നിധ്യത്തിനകത്താണ്. കൈകളുടെ ചുരി ഹല്ലേലൂയ പറ. സാന്നിധ്യം വെളിപ്പെട്ടാൽ സർവശക്തിയും വെളിപ്പെടുകയാണ്. സാന്നിധ്യം വെളിപ്പെട്ടാൽ
power of God. ദൈവത്തിന്റെ സാന്നിധ്യം അബ്രഹാമിന് വെളിപ്പെടുകയാണ്. അതിലവൻ കേട്ടത്, ഞാൻ സർവശക്തനാണ്. സാന്നിധ്യവും സർവശക്തനായ ദൈവത്തിന്റെ അനുഭവങ്ങളും കണക്റ്റഡ് ആണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാണ്ട്, ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാണ്ട്. Can I go a little more deeper? ചില കുറച്ചും കൂടെ ആഴത്തിൽ പ്രസംഗിക്കട്ടെ. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കൺഫ്യൂഷനുകളിലുള്ള സ്ഥലത്തേക്ക് ദൈവം ഇറങ്ങി വരുവോ? അബ്രഹാമിന്റെ ഉള്ളിൽ 10-13 കൊല്ലം ദൈവിക ഫെലോഷിപ്പിൽ നിന്ന് തന്റെ ജഡത്തിൽ മൂവ് ചെയ്തതുകൊണ്ട്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് സ്ലിപ്പ് അവേ ആയതുകൊണ്ട് അവൻ അനുഭവിക്കുന്ന ഡ്രൈനെസ്സിലേക്ക് ദൈവം ഇറങ്ങി നിന്നിട്ട് പറയാം, അബ്രഹാമേ, ഐ ആം ഓൾമൈറ്റി, എനിക്ക് സകലതിനും കഴിയും, സകലതിനും കഴിയും. ചിലരോടൊക്കെ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് സകലതിനും കഴിയും, സകലതിനും കഴിയും. I am El Shaddai. I am El Shaddai. El Shaddai. ശബ്ദം ഉയർത്തി പറ, El Shaddai. El Shaddai. അവൻ സർവശക്തനാണ്, 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 സർവശക്തനാണ്. നിങ്ങൾ എന്റെ ഒപ്പത്തിയെന്ന് വിശ്വസിക്കുന്നേ. He is El Shaddai. El Shaddai. Rathunonianthala El Shaddai. El Shaddai. നിങ്ങൾ ശ്രദ്ധിക്കാവോ? ഒരു മിനിറ്റും കൂടി ഇരിക്കാവോ? ദൈവം അബ്രഹാമിന് എൽ ഷദായ് വെളിപ്പെടുക. ആ പ്രസൻസിനകത്ത് അവനോട് ദൈവം സംസാരിക്കുക. പക്ഷേ എനിക്ക് അതിശയമായി തോന്നിയൊരു കാര്യം പറയട്ടെ. ദൈവം അബ്രഹാമിന്റെ അടുക്ക വന്നിട്ട് സർവശക്തനായ ദൈവം അവന് വെളിപ്പെട്ടിട്ട് അതിൽ വെളിപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാന ഒരു കാര്യങ്ങളിൽ ഒന്ന് അവനൊരു തലമുറ കൊടുക്കാനായിരുന്നു. പക്ഷെ ഭയങ്കര രസമുള്ളൊരു കാര്യം, ദൈവത്തിന് ഇത്ര നേരം കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ ഭാര്യ ഇപ്പൊ ഗർഭിണിയാകാൻ പോകുന്നു, അല്ല നാളെ നിന്റെ ഭാര്യ പ്രസവിക്കുന്നു വേണമെങ്കിലും ദൈവത്തിന് പറയാം. ഗോഡ് ഈസ് ഗോഡ്. ദൈവം ദൈവമാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. ദൈവം അത് ചെയ്യുന്നതിന് പകരം, എടാ അബ്രഹാം, ഈ മാസം നിന്റെ ഭാര്യ ഗർഭിണിയാവുമെന്ന് പറയുന്നതിനൊക്കെ പകരം ദൈവം അബ്രഹാമിനോട് ഒരു വ്യത്യസ്തമായ കാര്യം പറയുകയാണ്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ, ഇനി നിന്റെ പേര് നീ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്, നിന്റെ പേര് അബ്രഹാം എന്ന് വിളിക്കണം. ഇത് നമുക്ക് കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒത്തിരി വലിയ കാര്യമാണ്. ഇനി നിന്റെ പേര് അബ്രഹാം എന്നല്ല, ഇനി നിന്റെ പേര് അബ്രഹാം എന്ന് വിളിക്കണം. കാരണം ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്? അവന്റെ പേര് ഞാൻ മാറ്റിയത്, അവന്റെ പേര് ഞാൻ മാറ്റുന്നതിന്റെ കാരണം ആ പേരിന്റെ അർത്ഥമല്ല അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം. അബ്രഹാമിന്റെ പേര് ആദ്യം അബ്രാം എന്നായിരുന്നു. അബ്രാം എന്ന് മാറ്റിയിട്ട് അബ്രഹാം എന്ന് മാറ്റിയിട്ട് അബ്രഹാം എന്നാക്കുക. അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം ബഹുജാതികളുടെ പിതാവ് എന്നാണ്. ഞാൻ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, ഈ ഒരു കൊച്ചിനെ കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് പേര് മാറ്റേണ്ട കാര്യം എന്തോ? കൊച്ചിനെ കൊടുത്തിട്ട് അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിലൊന്നും നിങ്ങൾക്കറിയാവോ? ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നീ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന്. ഒരു കൊച്ചിനെ കൊടുക്കുമെന്നല്ല ദൈവം പറഞ്ഞേ, നിന്നിൽ നിന്ന് രാജാക്കന്മാരും രാജ്യങ്ങളും ഉളവാകുമെന്നാണ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിനെ അബ്രഹാമിന്റെ മൈൻഡോ അബ്രഹാമിന്റെ മനസ്സോ ചിന്തകളോ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം തന്നെ അബ്രഹാമിന് ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. എല്ലാം ദൈവം ദാനമായി നൽകുക ചെയ്തത്. പക്ഷെ ഇവിടെ അബ്രഹാമിനോട് പറയുക, നീ നിന്റെ മനസ്സിനെ കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തേ ഒക്കത്തുള്ളൂ, ഒരുക്കിയേ ഒക്കത്തുള്ളൂ. നിന്റെ മനസ്സിപ്പോഴും ബഹുജാതികളുടെ പിതാവാകുമെന്ന്
ഇതുവരെയും നിന്റെ മനസ്സിലോ ചിന്തയിലോ ആഴത്തിൽ വേരുവരഞ്ഞിട്ടില്ല. ഇപ്പോഴും നിന്റെ ചിന്ത അത് സംഭവിക്കുമോ സംഭവിക്കില്ലയോ എന്ന കൺഫ്യൂഷനിൽ മാത്രമാ. ഞാൻ നിന്റെ മനസ്സിനെ നീ അങ്ങനെ ആകുമെന്നുള്ള ചിത്രത്തെ നിന്റെ മനസ്സിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയട്ടെ നിങ്ങളോട്, ഒരു ഹല്ലേലൂയ പറയാവോ? ദൈവം നിങ്ങൾക്ക് ഏത് അനുഗ്രഹം തരുന്നതിനേക്കാൾ മുമ്പും ആ അനുഗ്രഹത്തിന് വേണ്ടി നിന്നെ അവൻ ഫിറ്റാക്കും, ഒരുക്കി അതിന് പ്രാപ്തനാക്കുവാൻ തയ്യാറാകും. നിങ്ങൾ എന്നെ കൈയടിച്ചില്ല, കൈകളടിച്ചില്ല, ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. ചിലരുടെ പ്രാർത്ഥന വിഷയം ഞായറാഴ്ച പള്ളി വരുമ്പോൾ മാത്രമേ അവർ ഓർക്കത്തുള്ളൂ. അവർ അത് കൊണ്ട് നടക്കുന്നവരല്ല, അതുമായി അവരെ നിയന്ത്രിക്കുന്നവരല്ല, അതുമായി അവർ സഞ്ചരിക്കുന്നവരല്ല. അവരുടെ ചിന്തയിൽ എപ്പോഴും അതില്ല, അവരുടെ ഹൃദയത്തിൽ എപ്പോഴും അത് ഭരിക്കുന്നില്ല. ചില നന്മകൾ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും ഓടി വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചില നന്മകൾ നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകി വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക് ഗോഡ് ഫോർ ഹിസ് മേഴ്സി. എന്നാൽ ചില കാര്യങ്ങൾ ദൈവം അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. പകരം അത് നിന്റെ മനസ്സ്, നിന്റെ ചിന്ത, നിന്റെ ഹൃദയം, നിന്റെ വാക്കുകൾ അതിനെ മുഴുവൻ ആ വിധത്തിൽ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ, നീ അതിന് ഫിറ്റ് ആകുമ്പോൾ ദൈവം അത് നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കൈകളടിച്ചു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കാവോ? ഈ ലോകത്തിലേക്ക് നോക്കാവോ? നിങ്ങൾ കൊയ്ത്തിന്റെ കാലത്തിന് മുമ്പുള്ള കാലാവസ്ഥ ശ്രദ്ധിക്കാവോ? നിങ്ങൾ പറയും കാലാവസ്ഥയ്ക്ക് ഒരു വ്യതിയാനം വന്നാൽ പറയും, ഓ ഇന്ന് ഇപ്രാവശ്യത്തെ നെല്ലൊന്നും കൊയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പറയത്തില്ലേ? അപ്പൊ കൊയ്ത്തിന് മുമ്പുള്ള ആ കൊയ്ത്തിനെ സ്വന്തമാക്കാൻ തക്കവണ്ണം ഒരു ക്ലൈമറ്റിനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി കൊയ്ത്തിന് മുമ്പല്ലേ വിതയ്ക്കുന്ന കാലഘട്ടം നോക്കിക്കേ. ആ വിതയുടെ കാലം മാറിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല? വിതയ്ക്കാനൊക്കത്തില്ല. ആ സീസണിൽ തന്നെയാണ് നിങ്ങൾ വിതയ്ക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം വിതയ്ക്കു വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഫിസിക്കലായ ഒരു കാര്യം ഉണ്ടായതിനു ശേഷമാണ് ആ കാലാവസ്ഥ ഉളവാകുമ്പോഴാണ് എനിക്ക് വിതയ്ക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊരു ഹല്ലേലൂയ പറയാവോ? എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ പോലും ദൈവം തന്റെ ഓരോ സീസണു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിതയ്ക്കുന്നതിന്റെ തല മുഴുവൻ കാറ്റ് വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്, കാലാവസ്ഥ അത് അയാളുടെ തലയിൽ വരുമ്പോഴാണ് അയാൾ വിതയ്ക്കാൻ തുടങ്ങുന്നത്. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നതുപോലെ ദൈവം നിങ്ങളുടെ ലൈഫിൽ ചിലത് കൊണ്ടുവരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളെ തന്നെ പരിപൂർണമായും ആ കാര്യത്തിനു വേണ്ടി ഒരുക്കുന്നതിനെ ദൈവം ആഗ്രഹിക്കുന്നു. കൊല്ലത്തൊരു ഉണർവ് വരുന്നു, ചിലരെ അതിനായി ഒരുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? നിങ്ങൾ ലോകരാജ്യങ്ങളിൽ പോയി ശുശ്രൂഷിക്കുന്ന ഒരാളാകുന്നു. അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. മറ്റൊരാൾക്കുള്ള ചിന്തയല്ല നിന്റെ തലയിലുള്ളത്. ദൈവം ചിലതിനു വേണ്ടി നിങ്ങൾ ഒരുക്കുകയാണ്. മറ്റൊരാളുടെ രീതിയല്ല നിങ്ങൾക്കുള്ളത്. ദൈവം ചിലതിനു വേണ്ടി നിങ്ങളെ ഒരുക്കുകയാണ്. ഞാന് സോളിയെ പെണ്ണ് കാണാൻ പോയത് ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്. പെണ്ണ് കാണാൻ പോയപ്പോഴും നല്ല വയറുണ്ട്. ആ പെങ്കുച്ചിന് വയറ് കണ്ടിട്ട് വേണ്ടാന്ന് വെച്ചാലോ, അവിടെ ചെല്ലുമ്പോഴെല്ലാം വയറിങ്ങനെ മസിൽ അകത്തോട്ട് പിടിച്ചു വെച്ച് നോക്കുക. എത്ര നേരം പിടിച്ചു വെക്കാൻ പറ്റും? നമുക്കൊരു കാര്യം അറിയാം, ചിലതുണ്ടായ ഒക്കത്തില്ലെന്നറിയാം, ചിലതിന് തടസ്സമാണെന്ന് അറിയാം. നിങ്ങളൊന്നും പറയാത്ത എന്താ? ഞാൻ സോളിയെ കാണാൻ പോകുമ്പോൾ അവൾക്ക് 42 കിലോ ഉള്ളൂ. എനിക്ക് അന്ന് 86 96 കിലോ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളായിരുന്നു. അവള് 45 ആയപ്പോൾ 110 മിനിമം ഒരു ഇരട്ടിയെങ്കിലും വേണം ഭർത്താവെന്ന് അതിന്റെ അർത്ഥം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ചിലതിനെ നമുക്ക് അനുഭവിക്കണേക്കാൾ മുമ്പ് ചിലത് മാറ്റണമെന്ന് നമുക്ക് അറിയാം, അല്ലേ? അറിയാം.
അങ്ങനെ ആയാലേ ചിലത് സാധിക്കത്തുള്ളൂ നമുക്ക് അറിയത്തില്ല. ദൈവത്തിന് മനസ്സിലായി ഇവന്റെ ചിന്തയിൽ, ഇവന്റെ വിചാരത്തിൽ, ഇരിക്കില് നിപ്പില് എല്ലാം എന്ത് ഭരിക്കണമെന്ന് അവന് മനസ്സിലായി. ദൈവത്തിന് മനസ്സിലായി ഇവന്റെ തലയിൽ മുഴുവൻ ഇനിയൊരു ജാതികളുടെ ബഹുജാതികളുടെ അത് ഭരിക്കണമെന്ന് മനസ്സിലായി. അതിന് ദൈവം പറഞ്ഞു, ഇനി ആളുകൾ നിന്നെ ബഹുജാതികളുടെ പിതാവെന്ന് വിളിക്കട്ടെ. ആളുകൾ നിന്നെ ബഹുജാതികളുടെ പിതാവെന്ന് വിളിക്കട്ടെ. ബഹുജാതികളുടെ പിതാവെന്ന് വിളിക്കട്ടെ. നിന്റെ തല മുഴുവൻ അത് കേൾക്കട്ടെ. നിന്റെ ചെവി മുഴുവൻ അത് കേൾക്കട്ടെ. നിന്റെ കാത് മുഴുവൻ അത് കേൾക്കട്ടെ. നിന്റെ മനസ്സ് മുഴുവൻ അത് നിറയട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ മനസ്സ് മുഴുവൻ നിറയട്ടെ. നിന്നെ ഭരിക്കുന്നതൊന്നും നിനക്ക് ലഭിക്കാതിരിക്കത്തില്ല. നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യുന്നതൊന്നും നിനക്ക് ലഭിക്കാതിരിക്കത്തില്ല. നിന്റെ സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാകാതിരിക്കത്തില്ല. നീ ചിന്തിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കൈകളിൽ വരും. പക്ഷെ അത് നിന്നെ ഭരിക്കണം. ഒന്ന് പറയാവോ? അത് നിന്നെ ഭരിക്കണം. ഒന്ന് പറ, നിന്റെ സ്വപ്നങ്ങൾ നിന്നെ ഭരിക്കണം. നിന്റെ തലയിൽ അത് മാത്രം വർക്ക് ചെയ്യണം. ഈ നമ്മുടെ ക്രിസ്ത്യൻ ഫീൽഡിൽ നിന്ന് കീബോർഡ് വായിക്കുന്ന ഒരു സ്റ്റീഫൻ ദേവസ്യോ, അദ്ദേഹം ഒരു കമന്റ് പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കീബോർഡ് വായന ലോകം മുഴുവൻ ഫേമസ് ആണ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ഇതിന്റെ മേലെത്തിയത്? പുള്ളി പറഞ്ഞു, ഞാൻ കീബോർഡിന്റെ മേളാ കിടന്നുറങ്ങാറുള്ളതെന്ന്. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? താൻ അതിനകത്താ മുഴുവൻ സമയം ചെലവഴിക്കുന്നത്. തന്റെ ചിന്ത, തന്റെ വികാരങ്ങൾ, തന്റെ ആഗ്രഹങ്ങൾ. അബ്രഹാമേ, നല്ല ഹലോ ഓടക്കൊള്ളും തരാമോ? വലുത് ആക്ഷൻ കാണിക്കാനാണേ ഏറ്റവും വലുത്. അബ്രഹാം നേരത്തെ 99 വയസ്സാണ്. തറയും മുട്ടിക്കുന്നില്ല എന്നെ. കുറച്ച് വർഷം പറഞ്ഞ അബ്രഹാം ഈ പരുവത്തിലായി. ഈ പരുവത്തിൽ നിൽക്കുന്ന അബ്രഹാമിനെ നോക്കിയിട്ടാണ് ഒരാൾ വിളിക്കുന്നത്, സാറായി വിളിക്കുന്നത്, ബഹുജാതികളുടെ പിതാവേ. ഈ മൂപ്പില്ലാനുള്ളൊരാഗ്രഹേ നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നോ? വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ വിളിക്കാൻ തുടങ്ങി. ഒരിക്കലും യാഥാർത്ഥ്യമാകാത്തൊരു കാര്യം ഒരാളോട് പറയുക. വെള്ളപ്പാണ്ട് മാറുമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമെന്ന കാര്യമല്ല, പറയുക. പക്ഷേ നീ അത് നിന്നെ ഭരിക്കുവാൻ ഏൽപ്പിക്കുന്നുവെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യം. ഒന്ന് കൈകളുടെ ചുരി ഹല്ലേലൂയ പറഞ്ഞേ. ശബ്ദമേർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ശബ്ദമേർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ ആഗ്രഹങ്ങൾ നിന്നെ ഭരിക്കുന്ന വിധത്തിൽ, നിന്റെ ആഗ്രഹങ്ങൾ നിന്നെ ഭരിക്കുന്ന വിധത്തിൽ നിന്റെ ചിന്തകളിൽ അതുണ്ടായിരിക്കട്ടെ. നിന്റെ ചിന്തകളിൽ അതുണ്ടായിരിക്കട്ടെ. ആഗ്രഹങ്ങൾ നിന്നെ ഭരിക്കട്ടെ. ചിന്തകളിൽ അതുണ്ടാകട്ടെ. പള്ളി വരുമ്പോ എനിക്കൊരു ശുശ്രൂഷകനാണ്, ആരുടെങ്കിലും പ്രസംഗം കേൾക്കുമ്പോ അല്ല അവരെയും ദൈവം ചിലരെ കരുണ കൊണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും കുറെ കരുണ അനുഭവിച്ചിട്ട് എവിടെ എത്തിയേ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ പ്രിപ്പയർഡ് ആണ് എങ്കിൽ. മെൽസ് മൺറോ എന്ന് പറയുന്നൊരു ദൈവവൃത്യൻ പറഞ്ഞു, ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യനെ ഉണ്ടാക്കുന്നത് വരെ ഭൂമിയിൽ ദൈവം മഴ പെയ്ച്ചില്ല. ഭൂമിയിൽ ദൈവം മഞ്ഞുകൊണ്ടാണ് ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത്. കാരണം ഭൂമിയിൽ വേല ചെയ്യാൻ ആരും ഇല്ലായിരുന്നെന്ന്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് വേല ചെയ്യാൻ ആളായപ്പോ കർത്താവ് പറഞ്ഞു, ഇനി മഴ പെയ്താൽ ഗുണമുണ്ട്. കാരണം എങ്കിലേ ചിലത് ചെയ്യാൻ ആളുള്ളൂ. ചില മഴ വെയിറ്റ് ചെയ്യുന്നതിന്റെ കാരണം ചിലരവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. ചിലരുടെ വീട്ടിൽ മഴ പെയ്യാത്തത് നിങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ സാഹചര്യത്തിൽ മഴ പെയ്യാത്തത് എനിക്ക്
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വേല ചെയ്യാൻ ആളില്ല എങ്കിൽ മഴ പെയ്തിട്ട് എന്താ അർത്ഥമുള്ളത്? കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ മിറക്കിൾ അല്ല ലീഡേഴ്സ് മീറ്റിങ്ങിനെ പരിശുദ്ധാത്മാനോട് പറഞ്ഞിരുന്നു 3 മാസം അല്ലെങ്കിൽ വരുന്ന ഫെബ്രുവരിക്ക് ശേഷം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വന്ന ആളുകൾക്ക് ഒരു അനുഭവം ഉണ്ടായി കാണും. അവരുടെ കൈകളിൽ ദൈവസാന്നിധ്യം ചലിച്ചത് അവർ അനുഭവിച്ചു കാണും. നിങ്ങൾ എത്ര പേര് അനുഭവിച്ചവരുണ്ട്? വന്ന എല്ലാവർക്കും അനുഭവം ഉണ്ടായി. ഒരു സീസണ് ദൈവം തുറക്കുക. പക്ഷേ ഇനി ആ കൈ അനുഭവിച്ച ആളുകൾ വീട്ടിൽ ഇരിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ എൻ്റെ ദൈവമേ, നിങ്ങൾ അറിയേണ്ടത് മഴ പെയ്യത്തില്ല. കിളയ്ക്കാൻ ആളുണ്ടെങ്കിലേ മഴ പെയ്തിട്ട് കാര്യമുള്ളൂ. ആ ശക്തിയെ ദൈവം തന്നത് ചിലത് ചെയ്യാൻ വേണ്ടിയാണ്.